ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രി ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനനിയമ ഭേദഗതി നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്തിരിയുന്നു എന്ന കാര്യമാണ്. നേരത്തെ തന്നെ ഈ വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ്. അത് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയും PV അൻവർ ഉൾപ്പെടെയുള്ളവർ ആ വിഷയം ഉയർത്തി വലിയ രീതിയിൽ അത് രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കം. മുഖ്യമന്ത്രി ഈ ഭേദഗതി നീക്കത്തിൽ നിന്ന് പിൻവലിയുന്നതിന് കാരണങ്ങളായി പറഞ്ഞത് എന്തൊക്കെയാണ്? രേണുക, വനനിയമ ഭേദഗതിയിൽ പൂർണ്ണമായും സർക്കാർ പിൻവാങ്ങുകയാണ്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ അതുണ്ടാക്കുന്നത്. പ്രതിഷേധത്തിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്കറിയാം, കോൺഗ്രസിന്റെ യാത്രകൾ, ഈ മലയോര മേഖലയുടെ യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. PV അൻവർ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്ന വിഷയമായത് മാറുന്നു. തന്റെ രാജി പോലും ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വനമേഖല ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലപാട് PV അൻവർ പ്രഖ്യാപിക്കുന്നു. വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് സർക്കാർ മാറുകയാണ്. സഭാ നേതൃത്വങ്ങളുടെ വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞാണ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയം. ഈ നിലമ്പൂരിൽ ഒരുപക്ഷെ വൈകാതെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വനനിയമ ഭേദഗതിയുടെ പേരിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്ന ആ ബില്ല് പൂർണ്ണമായും പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഇപ്പോഴത്തെ രൂപത്തിൽ ഈ ഭേദഗതി നിയമം നടപ്പാക്കില്ല, അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നേരത്തെ ഈ ബന്ധപ്പെട്ട ചർച്ച നടത്തിയ ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു സർക്കാർ നിലപാട്. പക്ഷേ ഒരു ചർച്ചയ്ക്കും വഴി നൽകാതെ സർക്കാർ പൂർണ്ണമായും ആ ഭേദഗതി നിയമത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അത്രയധികം ഡാമേജ് അത് ഉണ്ടാക്കുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പിന്മാറ്റം. മറ്റ് ചില വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. മറ്റൊന്ന് UGC ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തന്നെ അതിനെതിരായ പ്രതികരണങ്ങൾ വന്നതാണ്. കുറച്ചുകൂടി ആരോപണം ശക്തിപ്പെടുത്തുകയാണ് ഇന്ന് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടിയും നൽകി. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് അരുൺ? ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആര് നയിക്കുമെന്ന ചോദ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി സജീവമായി തന്നെ ഉണ്ടായിരുന്നു. 2 ടേം നിബന്ധന കഴിഞ്ഞ സർക്കാരിന്റെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് CPM കൊണ്ടുവന്നു. അങ്ങനെ അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മത്സരിക്കാൻ കഴിയാതെ പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി 2 തവണ ധർമ്മടത്ത് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഇനി മത്സരിക്കുകയാണെങ്കിൽ 3ാം ഊഴമാണ്. അങ്ങനെ വരുമ്പോൾ ആര് നയിക്കും ഇടതുമുന്നണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് വലിയ ചർച്ചകളുണ്ടായിരുന്നു. അതിന്റെ ഏകദേശ ഉത്തരം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും മത്സരിക്കുമെന്ന സൂചനയായി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ കാണണം. കാരണം അദ്ദേഹം മത്സരിക്കില്ല എന്ന നിലപാടല്ല സ്വീകരിച്ചത്. താൻ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടിക്ക് അതിന് നിയതമായ നിലപാടുകളുണ്ട്, രീതികളുണ്ട്. ആ നിലപാടനുസരിച്ച് തീരുമാനിക്കും. അധികം കാത്തിരിക്കേണ്ടി വരില്ല. ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമറിയാൻ, ആര് നയിക്കുമെന്ന തീരുമാനമറിയാനെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തവണ കൂടി ഇടതുമുന്നണിയെ കേരളത്തിൽ നയിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് മുന്നിൽ തന്നെയാകും ഇടതുമുന്നണി മത്സരിക്കുക എന്നൊരു വ്യക്തമായ സൂചനയായി കൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഇന്ന് കാണേണ്ടതുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾ നേരത്തെ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാതെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിനി കൂടുതൽ ചർച്ചകൾക്കില്ല എന്നൊരു സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. മറ്റൊരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ഒരു പാട്ട്, ഒരു ഗാനം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നാളെ മുഖ്യമന്ത്രി ചടങ്ങിൽ തന്നെ അവതരിപ്പിക്കാൻ തയ്യാറാക്കി. അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന കാര്യമല്ല. എന്നെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്താനും ഇകഴ്ത്താനും ആണ് പൊതുവിൽ ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആരെങ്കിലും അല്പം പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ അസ്വാസ്ഥ്യമുണ്ടാകാമെന്ന് മാധ്യമങ്ങളെ പകുതി പരിഹാസ രൂപത്തിൽ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഏതായാലും നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവതരണ ഗാനം അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വന്യജീവി ആക്രമണം ബന്ധപ്പെട്ട വനനിയമ ഭേദഗതി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും ജനങ്ങൾക്കെതിരായ ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ല. ഈ കേന്ദ്ര നിയമത്തിന് അപര്യാപ്തതകളാണ് പ്രശ്നങ്ങൾ കാരണമെന്ന് വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞു. അല്പം പരിഹാസച്ചുവയോടുകൂടിയാണ് കാട്ടിൽ നിന്ന് കടുവയും പുലിയും നാട്ടിലിറങ്ങിയാൽ 6 അംഗ സമിതി കാര്യങ്ങൾ പരിശോധിക്കണം, അതുവരെ പുലി എവിടെ നിൽക്കണമെന്നാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പരിഹാസ സ്വരത്തിലാണ് കേന്ദ്ര നിയമത്തെ തള്ളിയത്. UGCയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പൂർണ്ണമായും UGC ചട്ട ഭേദഗതി സംസ്ഥാന താല്പര്യങ്ങൾക്ക് ഫെഡറലിസ്റ്റിനെതിരെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടിരുത്താനുള്ള
വളഞ്ഞ വഴിയാണ് കേന്ദ്രത്തിന്റേതിനെതിരെ BJP ഇതിലെ മുഖ്യമന്ത്രിമാരുടെ ഒരു കൂട്ടായ്മയ്ക്കാണ് സർക്കാർ ശ്രമിക്കുന്നത്. കൂട്ടായി ആ വിഷയത്തിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ശബരിമല തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ എല്ലാവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. അൻവറിനെ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ PCCക്കെതിരായ തന്നെ നീക്കങ്ങൾക്ക് പിന്നിൽ CPM-ന്റെ ഉന്നതർ തന്നെ എന്ന സൂചന അൻവർ നൽകിയിരുന്നു. അത് മുഖ്യമന്ത്രി പാടെ തള്ളുകയാണ്. അങ്ങനെ അൻവറിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു പിന്തുണയും ലഭിച്ചിരുന്നില്ല. തനിക്കെതിരായ ഒരു നീക്കവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. VD സതീശനെതിരായ ആരോപണം P ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് PV അൻവർ പറഞ്ഞു. അതും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. നേരത്തെ അൻവർ പറഞ്ഞത് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് P ശശി എന്നാണ്. ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ന്യൂസ് 18 പുറത്തുവിട്ട മറ്റൊരു വാർത്തയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ മലയാളികൾ കുടുങ്ങിയ സംഭവം, മലയാളി കൊല്ലപ്പെട്ട സംഭവം. ആ വിഷയം തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത് തട്ടിപ്പും മനുഷ്യക്കടത്തുമാണ്. ശക്തമായ നടപടി സ്വീകരിക്കണം. കേന്ദ്രവും സംസ്ഥാനം യോജിച്ച് ആ വിഷയത്തിൽ നിലപാടെടുക്കുമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. ശബരി റെയിൽ നടപ്പാക്കാനാണ് സർക്കാരിന് താല്പര്യം. എന്നാൽ കേന്ദ്രമാണ് ഇതിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നെയ്യാറ്റിൻകരയിലെ കല്ലറ വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരണം വന്നത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ഈ കാവലാൽ പാട്ടിന്റെ കാര്യത്തിൽ തങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നവരല്ല എന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിക്കുന്നു. ഷർട്ട് ഊരൽ, അതായത് ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഷർട്ട് ഊരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ശിവഗിരി മഠം ഉയർത്തിയ വിഷയം, അത് മാതൃകാപരമായ നീക്കമാണ് ശിവഗിരി മഠത്തിന്റേത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശരി, VV അരുണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട്.